ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള കെട്ടിട നിർമ്മാണം. കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന നാട്ടുകാരുടെ ആരോപണം. ഒടുവിൽ ജീവൻ നഷ്ടമായത് നിത്യവൃത്തിക്കായി നാടുവിട്ടെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക്. ഇത് ആരുടെ അനാസ്ഥ? ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമോ? കോഴിക്കോട് നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണാണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നെല്ലിക്കോട് റീഗേറ്റ്സ് കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടയിലാണ് അപകടം. അപകടത്തിന് പിന്നാലെ ഫ്ളാറ്റ് നിർമ്മാണം വിലക്ക് ലംഘിച്ചാണ് നടത്തിയത് എന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. ഒരാഴ്ച മുന്നേ ഇത് ഇടിയാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ വില്ലേജ് ഓഫീസർക്ക് ഒരു പരാതി കൊടുത്ത് വിവരാവകാശം വെച്ചിട്ട് ഇതുവരെ ഞങ്ങൾ കൊടുത്തതിന് ഞങ്ങൾക്ക് ഒരു കളക്ടർക്ക് കൊടുത്ത് ഇത് മണ്ണെടുത്തതിന്റെ പിറ്റേന്ന് എത്ര സമയമായി മണ്ണ് ഡിസംബറിൽ. സ്ഥലത്തെ അശാസ്ത്രീയ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കോട് വില്ലേജ് ഓഫീസർക്കാണ് ആദ്യം പരാതി നൽകിയത്. 3 മാസം മുൻപാണ് ഇവിടെ നിർമ്മാണം തുടങ്ങിയത്. പാർശ്വഭിത്തി കെട്ടാതെ കുത്തനെ മണ്ണിടിച്ചു നിർമ്മാണം നടത്തുന്നതിനെതിരെ നാട്ടുകാർ തഹസിൽദാർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ മണ്ണിടിച്ച ഭാഗത്ത് മറയൊരുക്കി തുടർ നിർമ്മാണം നടത്തിവരികയായിരുന്നുവെന്നാണ് ആരോപണം. പരാതിയൊക്കെ കൊടുത്തതാണ് ഈ പ്രദേശം എല്ലാവരും മുഴുവൻ പരാതി കൊടുത്തത്. ഇഞ്ചക്ഷൻ ഓർഡറൊക്കെ വന്നിട്ട് ഒരു പണി തുടർന്നുകൊണ്ടിരിക്കുക. 2 ആഴ്ച മുന്നേ അപ്പുറത്ത് ഈ സൈഡിൽ മണ്ണിടിഞ്ഞിട്ട് അത് പറഞ്ഞപ്പോൾ അവിടെ പന്തലൊക്കെ ഇട്ട് ഷീറ്റൊക്കെ മണ്ണിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ കൊണ്ടുപോയി വിരിച്ച് 2 കല്ല് താഴോട്ട് ഷീറ്റിൻ്റെ മുകളിൽ വീണ ഒച്ചയൊക്കെ ഇട്ടതെന്ന്. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, മുഖ്യമന്ത്രി, ജിയോളജി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നതായും സബ് കളക്ടറെ നേരിൽ കണ്ട് വിവരമറിയിച്ചിരുന്നതായും പ്രദേശവാസി പറയുന്നു. ഇതിൻ്റെ മണ്ണ് എടുത്ത സമയത്ത് എന്നുവെച്ചാൽ വളരെ കുത്തനെയാണ് മണ്ണ് എടുത്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ ഇടപെടുകയും അങ്ങനെ എടുക്കാൻ പാടില്ല. അന്ന് ഞങ്ങളെ മുന്നിലുണ്ടായിരുന്നത് ആ വഴി മുഴുവൻ ഇടിഞ്ഞ് ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിലെത്തും എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇവരെടുത്ത് പറയുകയും അതിലിടിയും മണ്ണിടിയും അതുകൊണ്ട് അത് പണി നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. തൊണ്ടയാട് പുതിയ 6 വരിപ്പാതയ്ക്ക് സമീപമായിരുന്നു ഫ്ളാറ്റ് നിർമ്മിച്ചിരുന്നത്. രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. നിർമ്മാണ തൊഴിലാളിയും പശ്ചിമബംഗാൾ സ്വദേശിയുമായ ലേസർ കത്തുവയാണ് അപകടത്തിൽ മരിച്ചത്. സമീപമുണ്ടായിരുന്ന 2 തൊഴിലാളികൾക്ക് നിസാരമായി പരിക്കേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടയിൽ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. എല്ലാവരും ഓടി മാറിയതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. तीन आदमी काम कर रहे, 4 सुपरवाइजर और पानी पीने के लिए नीचे आया। हम लोग 3 आदमी काम कर रहे थे, अचानक से पूरा लैंडस्लाइड हो गया एक बार। അപകടത്തിന് പിന്നാലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടന്നത് എന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടിഞ്ഞു വീണ ഭാഗത്തിനകലെ അല്ലാതെയായി വീടുകളുണ്ട്. അമ്മയും കുഞ്ഞും അടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിനെതിരെ പരാതിപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് ഫ്ളാറ്റിന്റെ നിർമ്മാതാക്കൾ കൈക്കൊണ്ടത് എന്നും ഇവർ പറയുന്നു. ഞാനിവിടെ വന്ന് കിടന്ന് ഞാനും മോൻ്റെ ഭാര്യ കുട്ടി എല്ലാവരും കൂടെ കിടന്നപ്പോൾ പിന്നെ ഈ മണ്ണ് കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞ് നിങ്ങളെ മേത്തൂടെ ഞങ്ങൾ വണ്ടി ഓട്ടുന്നു. ഓട്ടിക്കോ? ഞാൻ പറഞ്ഞു എനിക്ക് ജീവനിൽ ഏതായാലും കൊതിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെയും ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ല. ഗുരുതരമായ അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയിട്ടും ഇതുവരെ ഒരു നടപടിയും എടുക്കാത്ത ഭരണാധികാരികൾ തന്നെയാണ് ഒരു ജീവന്റെ ഉത്തരവാദികളായിരിക്കുന്നത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.